എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന ദിവസങ്ങളാണല്ലോ ഈ ദിവസങ്ങൾ. കഴിഞ്ഞ ദിവസം നമ്മൾ 3 ദിവസത്തെ പ്രാർത്ഥന ഇന്നലെ ആരംഭിച്ചല്ലോ. ഇന്ന് 2-ാം ദിവസമാണ്. സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പകലത്തെ മീറ്റിംഗ് നമുക്ക് സംബന്ധിക്കാൻ നേരിട്ടേ നിർവാഹമുള്ളൂ. കർത്താവിൻ്റെ കരം എല്ലാവരോടും കൂടിയിരിക്കട്ടെ. അഭിഷേകവും കൃപകളും പ്രാപിക്കാനുള്ള എല്ലാവരും തന്നെ കടന്നു വരുവാൻ ഞാൻ ഒന്നുകൂടി ആവശ്യപ്പെടുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം. ഈ അവധിക്കാലങ്ങളിൽ കുഞ്ഞുങ്ങളുടെ മേലൊരു ആത്മപകർച്ചയെ നമുക്ക് വിശ്വസിക്കാം, കാത്തിരിക്കാം. കർത്താവ് അത് ചെയ്യട്ടെ. കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ഒടുവിൽ നമ്മൾ ശക്തിപ്പെടണം. പൗലോസ് എഫേസ്യ ലേഖനം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒടുവിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ആ ലേഖനത്തിൻ്റെ ഒടുവിൽ കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടാൻ, ആ ബലത്തിൽ ശക്തിപ്പെട്ടിട്ട് പിശാചിനോട് എതിർത്ത് നിൽക്കണമെന്ന്. ശക്തിപ്പെടണം, പിശാചിനോട് എതിർത്ത് നിൽക്കണം. എഫേസ്യർ 6:10 മുതലുള്ള ഭാഗമാണ്. ശക്തിപ്പെടണം, പിശാചിനോട് എതിർത്ത് നിൽക്കണം, എല്ലാം സമാപിച്ച ശേഷം ഉറച്ചു നിൽക്കണം. ഒന്നുകൂടി പറഞ്ഞാൽ, ശക്തിപ്പെടണം, പിശാചിനോട് യുദ്ധം ചെയ്യണം, അതിനുള്ള സർവായുധവർഗം എടുക്കണം, എല്ലാം കഴിഞ്ഞ് നീ ഉറച്ചു നിൽക്കണം. പിശാച് പിന്നെ അവിടെ കാണരുത്. സാധാരണ സംഭവിക്കുന്നത്, വിശ്വാസികൾ തോറ്റ് താഴെ വീണ് കഴിഞ്ഞിട്ട് പിശാച് ഉറച്ചു നിൽക്കുകയാണ്. പല വീടുകളിലും പിശാച് പഴയ പോലെ തന്നെ നിൽപ്പുണ്ട്, വിശ്വാസികൾ താഴെ കിടപ്പുണ്ട്. ഇതാണോ ക്രിസ്തീയ ജീവിതം? റോമാലേഖനം പറയുന്നു, സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാലിന്റെ കീഴെ മെതിച്ചു കളയും. ഇന്ന് പല വീടുകളും പിശാചിന്റെ കാലിന്റെ കീഴെ മെതിക്കപ്പെടുകയാണ്. ഈ സംഭവം മാറണം. ബൈബിൾ പറയുന്നു, നിന്റെ കാലിന്റെ കീഴെ. യേശുവിൻ്റെ വാഗ്ദത്തം, ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ വാഗ്ദത്തം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. സർപ്പം പാമ്പിനോട് പറഞ്ഞു, നീ അവന്റെ കുതികാല് തകർക്കും. കാലേൽ മാത്രമേ കാലേലൊരു പിടുത്തം പിടിക്കാനേ പിശാചിന് പറ്റുള്ളൂ. തല തകർക്കുന്ന പരിപാടി സ്ത്രീയുടെ സന്തതിയാണ്. ഏതാണ് വലുത്? തല തകർക്കുന്നതാണോ കാലെ പിടിക്കുന്നതാണോ? പിശാചിന് കൂടി വന്നാൽ നിന്റെ കാലയിലൊന്ന് കടിക്കാനേ കഴിയൂ. പൗലോസിനെ കടിച്ചു തൂങ്ങിയതുപോലെ കുടഞ്ഞു കളയാം. കാലയിലും കയ്യേലും ആണെങ്കിൽ കുടഞ്ഞു കളയാം. എന്നാൽ നിനക്ക് അവൻ്റെ തലയെ തകർക്കാൻ കഴിയും. ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ നിനക്ക് നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ, ഇല്ലാതെയാക്കാൻ കഴിയും. അതാണ് തലയെ തകർക്കുക എന്ന് പറഞ്ഞത്. പ്രോഗ്രാം ഇല്ലാതെയാക്കുക, പിശാചിൻ്റെ പദ്ധതിയെ ഇല്ലാതെയാക്കുക. ഇത്രയും വർഷമായിട്ട് വീട്ടിൽ തുടരുന്ന ചില രോഗങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികളെ നിനക്ക് ഇല്ലാതെയാക്കാൻ കഴിയും. കുടുംബ വഴക്കുകളെ ഇല്ലാതെയാക്കാൻ കഴിയും. തകർത്ത് കളയുക. സകലത് സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാൻ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം. നമുക്കത് വിശ്വസിക്കാം. അതിനാണ് ഉപവാസ പ്രാർത്ഥന. വാ, യുദ്ധം ചെയ്യാനുള്ളവരെല്ലാം വാ. ഇന്ന് വൈകിട്ട് 7 മണി തൊട്ട് 9 മണി വരെയും ലൈവായിട്ട് സൂമിൽ നമുക്ക് പ്രാർത്ഥനയുണ്ട്. ഏത് രാജ്യത്തിരുന്ന് നിങ്ങൾക്ക് ഈ ഉപവാസത്തിൽ പങ്കെടുക്കാൻ കഴിയും. ഇന്ന് നമ്മൾ പ്രഭാതത്തിൽ കേട്ടതുപോലെ അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കും. ഒരവസരവും പാഴാക്കി കളയരുത്. കർത്താവ് സഹായിക്കട്ടെ. ചേർന്ന് പാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. With the grace of the Savior, with the heart of the Father, you're all we need. You're here with the hands of the healer, with the power of your Spirit, you're all we need. At the mention
You're here with wonder-working power. Everything you breathe on is coming back to life. At the mention of your name, every chain will break. I know everything will change. Jesus, just a whisper of your name will silence winds and waves at the mention of your name. At the mention of your name, everything will change. I know every chain will break. Jesus, just a whisper of your name will silence winds and waves at the mention of your name. You are my strength, you are my anchor, and you never fail. You are my hope, you will deliver. Emmanuel, you are my strength, you are my anchor, and you never fail. You are my hope, you will deliver. Emmanuel, at the mention of your name, every chain will break. I know everything will change. Jesus, just a whisper of your name, the silence winds and waves at the mention of your name. At the mention of your name, at the mention of your name, every chain will break. I know everything will change. Jesus, just a whisper of your name, the silence winds and waves at the mention of your name. സംഖ്യാപുസ്തകത്തിൽ കനാൻ ദേശം ഉറ്റുനോക്കാൻ പോകുന്ന എല്ലാ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വീരന്മാരുടെ ചരിത്രമുണ്ട്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ്, ആ ഗോത്രത്തിൻ്റെ ലീഡേഴ്സാണ്. ഇവരെ 12 പേരെ തിരഞ്ഞെടുത്തു. ആ കൂട്ടത്തിൽ കാലേബ് യോശുവയും എടുത്തു പറയത്തക്ക ശ്രേഷ്ഠർ അന്നല്ലായിരുന്നു. യോശുവ മോശയുടെ കൂടെ നടന്ന് അവൻ്റെ പേര് ഫേമസ് ആണ്. നല്ലൊരു കാലേബുണ്ട്. കാലേബിൻ്റെ പേര് അതുവരെയും പ്രസക്തമല്ല. എന്നാൽ കാലേബ് രംഗപ്രവേശനം ചെയ്യുന്നത് അവൻ പറഞ്ഞ വാക്കാണ്. കനാൻ ദേശം 40 ദിവസം കൊണ്ട് ഒറ്റുനോക്കി അവർ തിരിച്ചു വരുമ്പോൾ 12 പേരിൽ 10 പേര് പറഞ്ഞു ആ ദേശത്ത് നല്ല പഴങ്ങളൊക്കെ ഉണ്ട്, ചക്കയും മാങ്ങയൊക്കെ വലുതാണ്, ആപ്പിൾ ഓറഞ്ച് മുന്തിരി എല്ലാം കുഴപ്പമില്ല, എല്ലാം നല്ലതാണ്. എന്നാൽ അവിടെ അനാക്കിയ മല്ലന്മാരുണ്ട്, അവർ നമ്മളെ പിടിച്ച് വെട്ടുക്കിളിയെ പോലെ, വെട്ടുക്കിളി എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒന്നാണ്, അവരിങ്ങനെ ഇട്ടൊന്ന് തിരുമിയിട്ട് വായലോട്ട് ഇടാനേ ഉള്ളൂ നമ്മൾ. ഇങ്ങനെ
അനാക്യ മല്ലന്മാരെ വലുതായി കാണിച്ചു, ദൈവത്തിൻ്റെ ജനത്തെ ചെറുതായി കാണിച്ചു. അവർ ചെയ്ത പാപമാണ്. കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയ 10 പേര് ചെയ്ത പാപം എന്താണ്? ശത്രുവിനെ വലുതായി കാണിച്ചു, ദൈവജനത്തെ ചെറുതായി കാണിച്ചു. ദൈവത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും അവരവിടെ പറയുന്നില്ല. എന്നാൽ ഈ കാലേബ് യോശുവയും, ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും. എന്നാൽ ഭൂരിപക്ഷത്തിൻ്റെ വാക്ക് എല്ലായിടത്തും ആൾക്കാർ കേൾക്കും. ഇന്ന് സഭയിൽ ഇലക്ഷനും പരിപാടിയൊക്കെ തുടരുന്ന കാര്യം. കാരണം ഭൂരിപക്ഷത്തിനേ വിലയുള്ളൂ. വിശ്വാസത്തിന് വില കൽപ്പിക്കാത്ത ഒരനുഭവം. ദൈവം ഭൂരിപക്ഷത്തെയല്ല നോക്കുന്നത്, ദൈവസഭയിൽ വിശ്വസിക്കുന്നവരെ, ദൈവത്തോടുകൂടെ നിൽക്കുന്ന എത്ര പേരുണ്ടോ? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് അവരോട് കൂടെ ഉള്ളതിനേക്കാൾ അധികം നമ്മോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ഈ വചനങ്ങൾക്കൊന്നും ഇന്നത്തെ ദൈവസഭകളിൽ പോലും പ്രസക്തിയില്ല. ഇന്ന് വോട്ടെടുപ്പും കൂടുതൽ ആൾക്കാരെ ഒപ്പം നിർത്താനുള്ള ശ്രമമാണ്. അങ്ങനെ കൂടുതൽ ആൾക്കാർ പറഞ്ഞ വാർത്ത എന്താണ്? നമ്മൾ തോറ്റുപോകും, അനാക്യ മല്ലന്മാരുണ്ട്, നമുക്ക് കഴിവില്ല. അപ്പം നമുക്ക് കഴിവില്ല, നമുക്ക് ജയിക്കാൻ കഴിയില്ല, നമ്മൾ തോറ്റുപോകും. ഈ വാക്ക് ദൈവം വെറുക്കുന്ന വാക്കാണ്. ദൈവം കൂടെയുള്ള ജനം തോറ്റുപോകുമെന്ന് പറയുമ്പോൾ ദൈവം കഴിവുകെട്ടവനാണെന്നല്ലേ ഈ 10 പേരും പറയുന്നത്. എന്ത് സംഭവിച്ചു? 31-ാമത്തെ വാക്യം. എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിൻ്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയില്ല, അവർ നമ്മിലും ബലവാന്മാർ ആകുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ ഉറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ചൊറ്റു നോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങളവിടെ കണ്ട ജനമൊക്കെയും അതികായകന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളെയായ അനാക്യ മല്ലന്മാരെ കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളിയെ പോലെ തോന്നി. അവരുടെ കാഴ്ചയിലും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. കുറേ ഭാവനകളും പറഞ്ഞ് പെരുപ്പിച്ചു. ജനങ്ങൾ വലിയ കരച്ചില്ലായി. 14-ാം അധ്യായം തുടങ്ങുന്നത്, അപ്പോൾ സഭയൊക്കെ ഉറക്കെ നിലവിളിച്ചു. ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ഓൾ നൈറ്റ് പ്രയർ ഒന്നുമല്ല, വെറുതെ നെഞ്ചത്തിടിച്ച് കരയണം. അയ്യോ, ഞങ്ങളിപ്പോൾ ചാകുവേ, ദൈവം ഞങ്ങളെ കളിപ്പിച്ചേ, ഈ മോശ ഞങ്ങളെ കളിപ്പിച്ചേ, ദൈവം ഇവിടെ. മോശ വീണ് കിടക്കുകയാണ്. മോശയുടെ മുമ്പാകെ കാലേബ് മോശയെ, അഹരോനെ കല്ലെറിയാൻ ജനങ്ങൾ കല്ലെടുത്ത്, എടാ നിങ്ങൾ കാരണമാടാ ഞങ്ങൾ ഇവിടം വരെ എത്തിയത്, ഇപ്പം ഞങ്ങളെ കൊല്ലാനായിട്ട് ഇവിടം വരെ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ അവിശ്വാസത്തിൻ്റെ കരച്ചിലുകളെ കൊണ്ടുവരുന്ന വാക്കുകളാണ് അവർ പറഞ്ഞത്. എന്നാൽ കാലേബ് രംഗപ്രവേശനം ചെയ്തു. അവൻ പറഞ്ഞ വാക്ക് ആരും അംഗീകരിച്ചില്ല. ഭൂരിപക്ഷത്തെയാണ് എല്ലായിടത്തും നോക്കുന്നത്. എത്ര പേര് കൂടെയുണ്ട്, എത്ര പേര് കൂടെയുണ്ട്, സമ്മതനാകണമെങ്കിൽ എത്ര പേര് ഭൂരിപക്ഷമുണ്ട്. ഒരു കാര്യം അറിയാമോ? ദൈവം നമുക്ക് അനുകൂലമാണോ, നാം ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തയോടെ നിൽക്കാമോ? ആരും കൂടെ വേണ്ട, ഒറ്റക്ക് തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. കാലേബ് ഉറച്ചു നിന്നു. അതുകൊണ്ട് ദൈവം കാലേബിന് ഒരു വാഗ്ദത്തം കൊടുത്തു. മോശയോട് ഈ 10 പേരെയും ദൈവം കൊന്നുകളഞ്ഞു. മാത്രമല്ല, പിറുപിറുത്ത എല്ലാവരും മരിക്കത്തക്ക രീതിയിൽ 40 വർഷം വരെയിട്ട് കറക്കിയ ദൈവം. കാരണം ഈ നെഗറ്റീവ് പറഞ്ഞ എല്ലാം ചാകാതെ ദൈവത്തിന് അടുത്ത ചൂട് വെക്കാൻ മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് ഇവരുടെ കൂടെ കൂടി എല്ലാവരും ചത്തു വീഴും വരെ 40 ദിവസമാണ് ഇവർ കനാനൊറ്റ് നോക്കാൻ പോയത്. 40 ദിവസത്തെ ദൈവം 40 വർഷത്തിൻ്റെ ശിക്ഷയാക്കി. അവർ കണ്ടതിനെ പോസിറ്റീവായി കണ്ടില്ല. അതുകൊണ്ട് 40 വർഷം ഈ മരുഭൂമിയിൽ മരിച്ചു വീഴും വരെ കനാനിൽ കാലുകുത്താതെ അവർ അവിടെ കിടന്ന് കറങ്ങി. ഒരു മലയുടെ ചുറ്റും തന്നെ
വർഷങ്ങൾ കറങ്ങി. അവർക്ക് അവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ല. അവരിങ്ങനെ കിടന്ന് കറങ്ങി. കാരണം ഇവർ കറങ്ങി തീരാൻ ദൈവം അനുവദിച്ചു. പലരുടെയും ജീവിതത്തിൽ കറങ്ങിയ മലയുടെ ചുറ്റും തന്നെ കിടന്ന് കറങ്ങുന്നതിൻ്റെ കാരണം, ചിലയിടത്ത് കിടന്ന് കറങ്ങുന്നതിൻ്റെ കാരണം പറഞ്ഞ വാക്കുകൾ, ദൈവത്തെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ്. എന്നാൽ കാലേബിനോട് പറഞ്ഞു, യോശുവയോട് പറഞ്ഞു, നിങ്ങൾ കനാൻ ദേശത്തെത്തും. കാലേബിനോട് പ്രത്യേകം ഒരു വാഗ്ദത്തം കൊടുത്തു. നീ എൻ്റെ ഹൃദയപ്രകാരം മറുപടി പറഞ്ഞതുകൊണ്ട് ഹെബ്രോൻ മല ഒരു വലിയ പ്രദേശമാണ്, അത് നിനക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് തരികയാണ്. എല്ലാ ഗോത്രങ്ങൾക്കും സ്ഥലം കൊടുക്കുമ്പോൾ കാലേബിന് മാത്രം ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ഇതാണ് ദൈവം. എല്ലാവർക്കും നന്മ കൊടുക്കുന്ന കൂട്ടത്തിൽ നിനക്ക് ആർക്കുമില്ലാത്ത ചിലത് തരാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. ഇതാരോടോ ദൈവം സംസാരിക്കുകയാണ്. നീ ദൈവത്തിന് വേണ്ടി എക്സ്ട്രാ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, എക്സ്ട്രാ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ, എക്സ്ട്രാ ഉറക്കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ദൈവം വെച്ചിട്ടുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ദൈവമോ തൻ്റെ ആത്മാവിൽ നമുക്കിത് വെളിപ്പെടുത്തി തരും. നമുക്ക് ദൈവം വെച്ചത് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. കാലേബിനോട് പറഞ്ഞു, നീ എൻ്റെ ഹൃദയപ്രകാരം മറുപടി പറഞ്ഞതുകൊണ്ട് നിനക്ക് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ഗോത്രങ്ങൾക്കാണ്, വ്യക്തികൾക്കൊന്നും അവിടെ സ്ഥലം അളന്നു കൊടുത്തില്ല. എന്നാൽ കാലേബ് എന്ന വ്യക്തിക്ക് പ്രത്യേകമായ ഏറ്റവും ഫലമുള്ള ഒരു കുന്ന്, ഒരു വിശാല സ്ഥലം ഹെബ്രോനെ കാലേബിന് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? കാലേബിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ, ഒന്ന്, നല്ല വാഗ്ദത്തം കേൾക്കുവാൻ അവനിടയായി. വാഗ്ദത്തങ്ങൾ കേൾക്കണം. എങ്ങനെ വാഗ്ദത്തങ്ങളെ സ്വന്തമാക്കാം? ഒന്ന്, ദൈവത്തിന് വേണ്ടി നിലനിൽക്കണം. ഒന്നാമത്തെ കാര്യം, നല്ല വാഗ്ദത്തം കേൾപ്പിക്കണം. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരോട് ദൈവം നല്ല വാഗ്ദത്തങ്ങൾ പറയും. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ വന്ന ദേവദാസന്മാരെല്ലാം നമ്മുടെ ചർച്ചിൻ്റെ മീഡിയ പിള്ളേരെ മുന്നോട്ട് വിളിച്ചു. അതിൻ്റെ കാരണം എന്താണെന്നറിയാം? അവർ ഈ സഭയിൽ വന്ന് കർത്താവിന് വേണ്ടി നിൽക്കുകയാണ്. ഞാൻ തന്നെ അതിശയിച്ചു പോയി. ആര് വന്നാലും മീഡിയയിലുള്ളവർ മുന്നോട്ട് വരാൻ പറയും. ഒരു മീഡിയ റിവൈവൽ. അവർക്കത് മനസ്സിലായോ എന്നറിയില്ല. ഒരു മീഡിയ റിവൈവൽ. അവരോടി വന്നു, അവരോട് പ്രവചിക്കുന്നു. പലർക്കും വന്ന പല വീട്ടുകാരും വളരെ പ്രതീക്ഷയോടെ പ്രവാചകന്മാർ വന്നപ്പോൾ ഇരുന്നിട്ട് ആര് പറയാൻ? കാരണം കർത്താവിന് വേണ്ടി ചെയ്തത് മറന്നു കളയാത്ത ദൈവമെന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. ഞാനതോർത്ത് ദൈവത്തെ സ്തുതിച്ചു. നമ്മൾ കർത്താവിന് വേണ്ടി ഉറക്കളിക്കുന്നതും കഷ്ടപ്പെടുന്നതെല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അവൻ്റെ അഗ്നിജ്വാലക്കൊത്ത കണ്ണിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും നാളുകളിൽ അത് പ്രതിഫലമായി മാറുമെന്നുള്ളത് എത്ര ഭയങ്കരമാണ്. കർത്താവിലുള്ള ആ വലിയ പ്രതീക്ഷകളെ നമ്മൾ തള്ളിക്കളയരുത്. കാലേബ്, അവൻ ദൈവഹിതപ്രകാരം നമുക്കത് ജയിച്ചടക്കാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ, ദൈവഹിതപ്രകാരം ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ വാഗ്ദത്തം കേൾക്കാനുള്ളൊരു കൃപ അവന് കിട്ടി. വാഗ്ദത്തം എല്ലാവരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ചിലരോട് തലയെ കൈവച്ച് പ്രവാചകന്മാർ പറയും, നിന്റെ ജീവിതത്തിൽ ശാപവും കഷ്ടപ്പാടും ദുരിതമുള്ളൂ, കാരണം നീ മാനസാന്തരപ്പെടണം, നീ തിരിയണം. എന്നാൽ ചിലരുടെ തലയെ കൈവച്ചിട്ട് പറയും, കുഞ്ഞെ, നീ എൻ്റെ നാമത്തിൽ ചെയ്തത് അതിനുള്ള പ്രതിഫലം ഞാൻ നിന്നെ മാനിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ തൊട്ടരികിൽ ബദേലേജി ചർച്ചിൽ, എം എ വറീസ് പാസ്റ്ററിൻ്റെ ചർച്ചിൻ്റെ ആരംഭകാലത്ത് 100 പേരുള്ളപ്പോൾ ആ സഭയിൽ വിശ്വസ്തനായിരുന്നു ഷാജി കെ ഡാനിയൽ. ഒരിക്കലൊരു പ്രവാചകൻ വന്ന് നേരെ തലയെ കൈവച്ച്, നിന്റെ പേര് ഷാജി, പത്തനംതിട്ടയിലാണ് വീട്, വീട്ടിലെ ഇളയ മകനാണ്, നീ എൻ്റെ നാമത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ഞാൻ നിന്നെ മാനിക്കും, അമേരിക്കയിൽ വിട്ട് ഞാൻ നിന്നെ ഉന്നതനാക്കും. ഇന്ന് അമേരിക്കയിലെ ഏറ്റവും ഉന്നതനായ ഒരു മനുഷ്യനാണ് ഷാജി കെ ഡാനിയൽ എന്ന ബഹുമാന്യനായ ദൈവദാസൻ. എന്താ കാരണം? കർത്താവിന് വേണ്ടി ചെയ്യുന്നത് കർത്താവ് മറക്കില്ല.
കർത്താവ് പറഞ്ഞ വാഗ്ദത്തം ഇങ്ങനെയുള്ളവർക്ക് പാലിച്ചു കൊടുക്കും. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. അതുകൊണ്ട് വാഗ്ദത്തങ്ങൾ കേൾക്കണമെങ്കിൽ, വ്യക്തിപരമായി ദർശനങ്ങളും വാഗ്ദത്തങ്ങളും നമുക്കുണ്ടാകണമെങ്കിൽ നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, ദൈവത്തിന് അനുകൂലമായി സംസാരിച്ചു കൊണ്ടിരിക്കണം, സുവിശേഷം പറയണം. കാലേബ് പറഞ്ഞത് സുവിശേഷമാണ്. നമുക്കതിനെ പിടിച്ചടക്കാൻ കഴിയും. നമ്മുടെ ദൈവം നമുക്ക് അനുകൂലമാണ്, നമ്മളതിനെ ജയിക്കും. ആ നല്ല വിശേഷം. സുവിശേഷം അറിയിക്കുന്നവർക്ക് വാഗ്ദത്തങ്ങളുണ്ട്, ഉറപ്പാണ്. കാലേബ് നല്ലൊരു സുവിശേഷകനായി നിന്നു. തന്നെ ആരും മൈൻഡ് ചെയ്തില്ല, തൻ്റെ വാക്കാരും അനുസരിച്ചില്ല. സാരമില്ല, ദൈവം അത് നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വീട്ടിൽ വിശ്വാസം പറയണം, ദൈവത്തിന് അനുകൂലമായി പറയണം. നെഗറ്റീവ് വാക്കുകൾ പറയരുത്. ചില വീട്ടിൽ ചിലർ വാ തുറന്ന ചില ഭാര്യയെ ഭർത്താവ് വിവാഹമോചനം മാത്രമേ പറയുള്ളൂ. ദൈവം യോജിപ്പിച്ചതിനെ എങ്ങനെ വേർപിരിക്കാം? അതൊക്കെ ശാപമാണ്. ദൈവം നമുക്ക് കുടുംബജീവിതത്തിനായിട്ട് സ്വതന്ത്രം പറയണം. പിരിയ എന്ന് പറയുന്നവരുണ്ട്. അതിൻ്റെ പുറകിലൊരു പിശാചാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ടുമാറട്ടെ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബം നന്നാകും. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകും. ദൈവം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ പരീക്ഷകളെ എല്ലാം ജയിക്കാൻ കഴിയും. നമുക്കതിനെ തോൽപ്പിക്കാൻ കഴിയും. നമുക്കവിടെ ജയിക്കാൻ കഴിയും. കാലേബ് പറഞ്ഞ വാക്കുകൾ അതാണ്. അതുകൊണ്ട് അവന് ഒന്ന് വാഗ്ദത്തം, ദൈവത്തിൻ്റെ മനോബോധപ്രകാരം സംസാരിച്ചതിൻ്റെ പ്രതിഫലം വാഗ്ദത്തം ലഭിച്ചു. ഏറ്റവും വലുത് അബ്രഹാമിന് കിട്ടിയതുപോലെ വാഗ്ദത്തം ലഭിച്ചു. രണ്ടാമത്തെ കാര്യം, വിശ്വസിച്ച് അതിലേക്ക് നടന്നു. ഒത്തിരി പേർക്ക് വാഗ്ദത്തമാണ്, ദൈവം ചെയ്തോളും. എന്നിട്ട് മൊബൈലും കുത്തി നോക്കി, ഇൻ്റർനെറ്റിലും യൂട്യൂബിലും ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിലും കിടന്നിട്ട് ദൈവം പറഞ്ഞതാണ്. നടക്കില്ല കുഞ്ഞെ, നീ അതിനകത്തോട്ട് നടക്കണം. ഒന്ന് വാഗ്ദത്തം കേൾക്കുമാറാകണം. അതിന് പറ്റിയ രീതിയിൽ നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. രണ്ട്, വാഗ്ദത്തത്തിലേക്ക് നീ നടക്കണം. 40 വയസ്സിൽ കേട്ട വാഗ്ദത്തം 85 വയസ്സുവരെ അവൻ നിലനിർത്തി. അതിലേക്ക് നടന്ന് അവൻ വാഗ്ദത്തത്തിലേക്ക് നടന്നെടുത്തു. അടുത്തത് യോശുവയാണ്. കനാനിൽ വാഗ്ദത്തങ്ങൾ അളന്നു കൊടുക്കുന്നത്. അളവ് നൂല് മനോഹര ദേശത്ത് വീണു, നമുക്ക് വലിയ അവകാശം ലഭിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വാഗ്ദത്തം അളന്നു കൊടുക്കാൻ യോശുവയെ ദൈവം ഏൽപ്പിച്ചു. അതായത് ലീഡർഷിപ്പിനെ ബഹുമാനിച്ചു. യോശുവയും കാലേബും ഏകദേശം ഒരേ പ്രായക്കാരാണ്, ഒരുമിച്ചിറങ്ങിയവരൊക്കെയാണ്. എങ്കിലും യോശുവയെ ദൈവം ലീഡറാക്കിയപ്പോൾ അതിൻ്റെ കീഴെ നിൽക്കാനുള്ളൊരു താഴ്മ കാലേബ് കാണിച്ചു. പലർക്കും ലീഡർ, ചിലർ കൂടെയുള്ളവരെ ദൈവം ഉയർത്തിയാൽ അവരെ കീഴെ നിൽക്കുന്ന ഇഷ്ടമല്ല. നിന്നേ മതിയാകും, വിധേയപ്പെട്ടേ മതിയാകും. കാലേബ് പറഞ്ഞു, അന്ന് കൽപ്പിച്ച മല എനിക്ക് തരണം. യോശുവ കാലേബിന് അവകാശമായി കൊടുത്തു. ദൈവം നിങ്ങളെ ആക്കിയ നേതൃത്വത്തെ നിങ്ങൾ ബഹുമാനിക്കുമ്പോൾ നിങ്ങളുടെ വാഗ്ദത്തം നിങ്ങളുടെ കയ്യിലേക്ക് വരികയാണ്. അടുത്തത്, യോശുവയുടെ അനുഗ്രഹവും എല്ലാം ലഭിച്ച കാലേബ് ആ വാഗ്ദത്തം സ്വന്തമാക്കിയിട്ടില്ല. അവൻ അവിടെയുള്ള അനാക്യ മല്ലന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. എന്നിട്ട് ആ അവകാശത്തെ സ്വന്തമാക്കി. അവകാശം, വാഗ്ദത്തം സ്വന്തമാകാൻ ഒന്ന്, വാഗ്ദത്തം, നല്ല വാഗ്ദത്തം കേൾക്കത്തക്ക രീതിയിൽ ജീവിതം ദൈവത്തിന് അനുകൂലമായിരിക്കണം. രണ്ട്, വാഗ്ദത്തത്തിലേക്ക് എത്തിച്ചേരണം. വാഗ്ദത്തത്തിൻ്റെ അടികിലേക്ക് നാം നടക്കണം. 3, ആക്കിയ അധികാരങ്ങൾക്ക് വിധേയപ്പെടണം. 3, വാഗ്ദത്തത്തെ നാം യുദ്ധം ചെയ്ത് നമ്മുടേതാക്കണം. പിശാചിൻ്റെ കയ്യിൽ നിന്നതിനെ ബലവാനെ പിടിച്ചു കെട്ടി അവൻ്റെ കോപ്പ് കവർന്നെടുക്കണം. അങ്ങനെ നമ്മുടെ വാഗ്ദത്തങ്ങളെ കാത്തിരുന്ന് പ്രാപിക്കണം. അതിനുള്ള കൃപ ദൈവം തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഈ കേട്ട വചനങ്ങൾ ഇന്ന് ഇത് കേൾക്കാനുള്ളവർ
വരുമെന്ന് അങ്ങേക്ക് അറിയാവുന്നത് കൊണ്ട് എന്നിലൂടെ അങ്ങ് സംസാരിച്ചതാണ്. ഇത് ഒത്തിരി പേരുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിൻ്റായി ഈ വചന ശുശ്രൂഷ, ഈ ധ്യാനം കാരണമാകണം. ഈ തത്വങ്ങളിലൂടെ, ഈ വിശ്വാസത്തിൻ്റെ മൂല്യങ്ങളിലൂടെ ഈ മക്കൾ സഞ്ചരിക്കട്ടെ. ഇവർക്കുള്ള അനുഗ്രഹങ്ങൾ ഇവർ നടന്ന് യുദ്ധം ചെയ്ത് വിധേയപ്പെട്ട് സ്വന്തമാക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യമെന്ന വാഗ്ദത്തം ഇവർ സ്വന്തമാക്കും. മാരക വ്യാധികൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. വിടുതലുകൾ നടക്കട്ടെ. പ്രത്യേകിച്ച് പാസ്റ്റർ റെജി, എക്സോഡസ് ചർച്ചിലെ പാസ്റ്റർ റെജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താൻ ആശുപത്രിയിലായിരിക്കുന്നല്ലോ. പരിപൂർണ സൗഖ്യം ഇപ്പോൾ ഞങ്ങൾ സഭയായി പ്രൈസ് ജനറേഷൻ കുടുംബം പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി തന്നിലുണ്ടാകട്ടെ. അദ്ദേഹം ഒരു കാലേബാണല്ലോ, വിശ്വാസവീരനാണല്ലോ. തന്നെ മാനിക്കണം. അത്ഭുത സാക്ഷ്യം കേൾപ്പിക്കണം. കൃപ കൊണ്ട് പൊതിയണം. സാമ്പത്തിക വഴികൾ തുറന്നു വരട്ടെ. വാഗ്ദത്തങ്ങൾ, അനുഗ്രഹത്തിലേക്ക് ഇവർ കാലെടുത്ത് വെക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. ഇന്നലെ ആരംഭിച്ചതാണ്. ഇന്ന് രാവിലെ 10:00 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് പ്രാർത്ഥനയുണ്ട്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുമായിട്ട് വരണം. അവർ അഭിഷേകം പ്രാപിക്കട്ടെ. ഇന്ന് വൈകിട്ട് 7 മണി തൊട്ട് 9 മണി വരെ സൂം മീറ്റിംഗ് ഉണ്ട്. ലൈവായി നമുക്ക് ഈ പ്രോഗ്രാം കാണാവുന്നതാണ്. അങ്ങനെ ലോകരാജ്യങ്ങളുടെ ഏത് ഭാഗത്തിരുന്നാലും നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ വൈകിട്ട് പങ്കെടുക്കാനുള്ള സംവിധാനം ദൈവം നമുക്ക് കൃപയാൽ തന്ന മീഡിയയിലൂടെ അത് കാണാൻ കഴിയും. സഹകരിക്കുന്ന എല്ലാവർക്കും നന്ദി. സാമ്പത്തികമായി ഈ മീറ്റിങ്ങുകൾക്ക് വലിയ ആവശ്യങ്ങളുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് അത് ഒരു കൂട്ടായ്മയാണ്, ബലമാണ്. അതിൻ്റെ അനുഗ്രഹം നമുക്ക് ഒരുമിച്ച് ആമേൻ പിൻപറ്റാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.